ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് വിവിധ കോണുകളിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ച പശ്ചാത്തലത്തിലാണ് കൂടുതൽ ആശമാരെ അണിനിരത്തി സമരം ശക്തമാക്കാൻ തീരുമാനിച്ചത്. ആശാപ്രവർത്തകരെ സമരത്തിലേക്ക് തള്ളിവിട്ടതിന്റെ പ്രധാന ഉത്തരവാദിത്തം സർക്കാരിനാണെന്ന് 14-ാം നാൾ അഭിവാദ്യമർപ്പിച്ച് സമരകേന്ദ്രത്തിലെത്തിയ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് VM സുധീരൻ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകടനം നടത്തി. സമരത്തിന് പിന്തുണയെന്നും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ പറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങളെ പോലും അവഗണിച്ച് നടത്തുന്ന സമരത്തിൽ സർക്കാർ അനുഭാവപൂർണമായ നടപടി സ്വീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ആശാ വർക്കർമാർ പറഞ്ഞു. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കൂട്ടായി ചർച്ച ചെയ്താൽ പരിഹരിക്കാവുന്ന പ്രശ്നമാണിതെന്നും ചെയ്ത ജോലിക്കാണ് കൂലി ചോദിക്കുന്നതെന്നും ആശാ വർക്കർമാർ പ്രതികരിച്ചു. അതേസമയം സംസ്ഥാനത്തെ 27,000 ആശാ വർക്കർമാരിൽ ആരൊക്കെയാണ് സമരത്തിൽ പങ്കെടുക്കുന്നതെന്ന് കണ്ടെത്താൻ സർക്കാർ കണക്കെടുപ്പ് ആരംഭിച്ചു. ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് 3 മാസം മുൻപ് ധനവകുപ്പിന് ശുപാർശ നൽകിയിരുന്നു. എന്നാൽ ധനവകുപ്പ് ആരോഗ്യവകുപ്പിന്റെ ശുപാർശ പരിശോധിക്കാൻ പോലും തയ്യാറായില്ലെന്ന് ആക്ഷേപവും ആശാ വർക്കർമാർ ഉയർത്തുന്നുണ്ട്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം VS ശിവകുമാർ, കുട്ടനാട് നെൽവയൽ സംരക്ഷണ സമിതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന നടൻ കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ സമരപന്തലിലെത്തി. അതിനിടെ സമരം ചെയ്യുന്ന സംഘടനയ്ക്ക് രാഷ്ട്രീയം ഉണ്ടാകുമെന്നും ആശാ വർക്കർമാരുടെ സമരം ന്യായമാണെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.